ഹായ് ഹലോ. അപ്പം ഞങ്ങളൊന്ന് തലശ്ശേരി വരെ കറങ്ങിയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞാനും നീലിമയും എത്തുന്നതിന് മുന്നേ ഓൾറെഡി 3 പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങ് ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങളുള്ള സ്പോട്ട് വന്നിരിക്കുന്നത് തലശ്ശേരി ഡൗൺ ടൗൺ മാളിലാട്ടോ. അവിടെയുള്ള മാക്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ളതൊരു നിർബന്ധമുള്ള കാര്യമാണല്ലോ. അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എവിടെ പോയി കഴിഞ്ഞാലും. പിന്നെ മാക്സിമം പറ്റുന്ന സാധനങ്ങളൊക്കെ ട്രയൽ ചെയ്തിട്ട് എന്നെ എടുത്തിട്ടുള്ളത്. അവിടെ ഒരുപാട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡോൾസ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ ഞങ്ങൾക്ക് അതിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അവിടെയുള്ള എല്ലാ ഡോൾസിനും നമ്മളിങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നുണ്ടായി. ഷാമിലി ഒന്നിനും വിടുന്നുണ്ടായില്ല. അപ്പോൾ ഷാമിലി നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ഞാനും അങ്ങ് എടുത്ത് നോക്കട്ടെ എന്ന് വെച്ചാൽ ഞാനും അങ്ങനെ എല്ലാത്തിനും എടുത്ത് നോക്കുകയാണ്. പിന്നെ ആക്സസറീസ് ഒക്കെ ഉണ്ട്, എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾ മാറിയിട്ട് കേട്ടോ കുറേ സമയത്തേക്ക്. കാരണം അത്രയും ക്യൂട്ടാണ് ഇതിനെ ഓരോന്നിനെയും കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്ത് മാക്സിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു നല്ലൊരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് ഇതുപോലത്തെ നല്ല നല്ല എന്താ പറയുക സൂപ്പറായിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയറിങ്സും അതുപോലെ തന്നെ ബാംഗിൾസൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ പലതരം നെയിൽ പോളിഷ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങ് എടുത്തു. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ കുറച്ച് ചെറുതായിട്ടൊന്ന് വിശന്നു. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും അവിടെ തന്നെ കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ആ മാളിൽ തന്നെയുള്ള ഫുഡ് കോർട്ട് പോയി അവിടെ നിന്ന് അതുപോലെ തന്നെ പുഡിങ്ങും കേക്കും അതുപോലെ തന്നെ കുൾഫിയും ഒക്കെ വാങ്ങി ഞങ്ങളങ്ങ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങുമ്പം പല പല ഐറ്റംസ് വാങ്ങും. എന്നിട്ട് നമ്മളെല്ലാം ട്രൈ ചെയ്യും. നമുക്ക് ഇതുപോലെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഫാമിലീസായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ രണ്ടും രണ്ടാണ്. ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടും നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരിക്കും ഇതൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എപ്പോൾ എടുക്കാറുള്ള പോലെ തന്നെ എടുത്തു. അതിനുശേഷം പിന്നെ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ നേരെ പോയത് MRAയിലേക്കാണ്. മാളിൻ്റെ അടുത്ത് തന്നെയാണല്ലോ MRA. അപ്പോൾ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഇങ്ങനെ നിരന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. നല്ല റഷായിരുന്നു ഫുഡിൻ്റെ സ്ഥലത്ത്. നമ്മൾ മുകളിൽ കയറിയപ്പോഴും നമുക്ക് അവിടെ സ്പേസ് ഉണ്ടായില്ല. അങ്ങനെ ഡൗൺ സ്റ്റേഴ്സ് തന്നെയാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. അങ്ങനെ അവിടെ കയറി ഫുഡിന് ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിക്കുമ്പോൾ പല ഐറ്റംസ് ഓർഡർ ചെയ്യും, എന്നിട്ടെല്ലാം അങ്ങ് ട്രൈ ചെയ്യും. എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു കേട്ടോ. MRലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അവിടെയുള്ള എന്താ പറയുക, ഒരുവിധം നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അതുപോലെ തന്നെ ലൈം ടീ അതുപോലെ തന്നെ മിൻറ്റ് ലൈമൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ അതും കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അന്നത്തെ ഡേ അത്രയേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.